ലോകത്തിലെ 5 എക്സ്പെൻസീവ് ജ്വല്ലറി ബ്രാൻഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഹായ് ഹലോ എവരിവൺ, ശ്രീജിത്ത് ജ്വല്ലറി ഡിസൈനർ. ഇതിൽ അഞ്ചാമത്തത് ബുൾഗാരി 1884 സ്ഥാപിതമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇവരുടെ സെർപെന്റീസ് കളക്ഷൻസ് വളരെയധികം ഫേമസ് ആണ്. ഇതിന്റെ ആസ്തി വരുന്നത് $10 ബില്യൺ ആണ്. നാലാമത്തത് ടിഫനി ആൻഡ് കോ 1837 ന്യൂയോർക്കിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ജ്വല്ലറി ബ്രാൻഡ്. ഇവരുടെ ടിഫനി ബ്ലൂ എൻഗേജ്മെന്റ് റിംഗ് ഡിസൈൻസ് എല്ലാം വളരെയധികം ഫേമസ് ആണ്. $15.8 ബില്യൺ ആണ് ആസ്തി വരുന്നത്. ഇതിൽ മൂന്നാമത് വരുന്നത് കാർട്ടിയർ 1847 സ്ഥാപിതമായിട്ടുള്ള ഫ്രഞ്ച് ക്ലാസിക് ബ്രാൻഡാണ്. ജ്വല്ലറികളുടെ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. റിച്ച്മോണ്ട് എന്ന കമ്പനിയുടെ കീഴിൽ വരുന്ന ഈ ബ്രാൻഡിന് $80 ബില്യൺ ആണ് ആസ്തി വരുന്നത്. നമ്പർ 2 ഹാരി വിറ്റ്സൺ 1932 ന്യൂയോർക്കിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ജ്വല്ലറി ബ്രാൻഡ്. റെഡ് കാർപ്പറ്റിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്ന പേരുകേട്ട വജ്രങ്ങളുടെ ഒരു ജ്വല്ലറി ബ്രാൻഡ്. 2021 സ്വാച്ച് ഗ്രൂപ്പ് $1 ബില്യൺ ഇത് സ്വന്തമാക്കിയിട്ടുള്ളത്. 1960 സ്ഥാപിതമായിട്ടുള്ള ഒരു ജ്വല്ലറി ബ്രാൻഡ്. ലോകത്തിൽ അത്യപൂർവമായിട്ടുള്ള വജ്രങ്ങൾ കൊണ്ട് മാത്രം ജ്വല്ലറി ആഭരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ജ്വല്ലറി ബ്രാൻഡ്. ഇതിന്റെ ആസ്തി എത്രയാണെന്നുള്ളതും അതുപോലെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്വല്ലറി ബ്രാൻഡ് ഏതാണെന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ 5 ജ്വല്ലറി ബ്രാൻഡുകളുടെ ഇൻഡിവിജ്വൽ സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ മുഴുവനായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിലുള്ള ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക.